നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഫിലോസഫി നിങ്ങളെ ഈ ലോകത്തെ 90% ആൾക്കാരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഇത് കാലങ്ങളായിട്ട് ഭരണാധികാരികളും ചിന്തകരും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ്. ഈവൻ ഇന്നത്തെ നമ്മുടെ വേൾഡ് ലീഡേഴ്സ്, ടെക് ലോകത്തെ ജയൻസ് ഒക്കെ തീവ്രമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ്. ഇത് വേറൊന്നുമല്ല, സ്റ്റോയിസിസം എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് റോമൻ ഫിലോസഫിയാണ്. ഇപ്പം എൻ്റെ ചാനലിൽ ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ കുറച്ച് കോൺസെപ്റ്റ്സ് റെഫർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം അത്രയ്ക്ക് സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള ജാവ പോലെയുള്ള ഒരു ഫിലോസഫിയാണിത്. അതുകൂടാതെ തന്നെ 3 വേറെ കോൺസെപ്റ്റ്സും സ്റ്റോയിസിസം എന്നുള്ള ഫിലോസഫിയിലുള്ള 3 വേറെ കോൺസെപ്റ്റ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിലോസഫിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ തോട്ട്സ് ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, റിയാക്ഷൻസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് 2 രീതിയിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിലെ മിക്ക പ്രശ്നങ്ങളും അല്ലെങ്കിൽ മിക്ക ഓവർ തിങ്കിങ്ങും അല്ലെങ്കിൽ കൺഫ്യൂഷൻസും ഒക്കെ മാറി വരും. കാരണം നിങ്ങളുടെ ലൈഫിൽ ഏതൊരു പ്രശ്നം അല്ലെങ്കിൽ ഏതൊരു സിനാരിയോ എടുത്താലും അതിൽ നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അത് ഈ 2 കാറ്റഗറിയായിട്ട് മാറ്റാം. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് ആണോ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നമ്മുടെ ഫോക്കസും എനർജിയും ടൈമും സ്പെൻഡ് ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിലും നമ്മുടെ ഫോക്കസ് ആൻഡ് എനർജി ആൻഡ് ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇത് നിങ്ങൾ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും അതേപോലെ തന്നെ നിങ്ങൾ ഇടപഴകുന്ന സാഹചര്യങ്ങളിലും റിലേഷൻഷിപ്സിലും ഒക്കെ വളരെയധികം ബെറ്റർ ആവാൻ നിങ്ങൾക്ക് പറ്റും. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അമോർ ഫേറ്റി എന്ന് പറയുന്നത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. പക്ഷേ എൻ്റെ ബേസിക് അർത്ഥം എന്ന് പറയുന്നത് ലവ് ഓഫ് ഫെയ്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പല കാര്യങ്ങളും നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് ഇത് ഡിസേർവ് ചെയ്യാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തുണ്ടായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതെല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്ന് ഓർക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇത്, ലവ് ഓഫ് ഫെയ്റ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സമയവും നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്തൊരു കഷ്ടമാണ് അങ്ങനെ കണ്ടിന്യൂസ്ലി പറയുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെയും നെഗറ്റീവ് ഒരു കാര്യം ഉണ്ടായാലും അതിന് ഒരു നെഗറ്റീവായിട്ട് കാണാതെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾ 90% ആൾക്കാരെക്കാളും ബെറ്റർ ആവും. കാരണം നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഇതിലൂടെ കൂടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങളാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇതാലോചിക്കുക. ചിലപ്പോൾ ഒരു നല്ലതിന് വേണ്ടിയായിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. ഇത് കാരണമായിരിക്കും പ്രോബ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത് മെമെൻറ്റോ മോറി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇതിൽ പറയുന്ന വേറൊന്നുമല്ല, റിമെമ്പർ ദാറ്റ് യു ആർ മോർട്ടൽ. നമ്മളൊക്കെ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് അലിയേണ്ട ആൾക്കാരാണ്. എല്ലാ മനുഷ്യനും മരണം എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അയ്യോ എന്താ ചെയ്യേണ്ടേ, നാളെ മരിക്കും ഇന്ന് മരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നെഗറ്റീവ് സ്പൈറലിലേക്ക് വീഴുക എന്നുള്ളതല്ല. നമ്മളെല്ലാവരും മരിക്കേണ്ടതാണ്. നമുക്ക് ചുരുങ്ങിയൊരു സമയമേ ഈ ലോകത്ത്. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്ത് വാല്യൂ ചെയ്ത് ജീവിക്കുക. നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കും. അതേപോലെ തന്നെ ലൈഫ് നമ്മൾ ഒരു വേസ്റ്റാക്കാതെ നമ്മുടെ ടൈം യൂസ് ചെയ്യും എന്നുള്ളതാണ് സത്യം. നാലാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാളും സംസാരിക്കുന്നതിനേക്കാളും പ്ലാൻ ചെയ്യുന്നതിനേക്കാളും ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആക്ഷനിലാണ്. നമ്മുടെ ലൈഫിൽ പല ആൾക്കാരെയും നമുക്കറിയാം. ഓരോ ദിവസവും പുതിയ പുതിയ പ്ലാനുകളായിട്ട് വരും. പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ്, പുതിയ പുതിയ കരിയർ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ എല്ലാത്തിനും കുറേ പ്ലാനുകളുള്ള ആൾക്കാരെ നമുക്ക്
കുറേ അറിയാം. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ആക്ഷനിലാണ് കാര്യം. നമ്മുടെ ലൈഫിൽ നമുക്കൊരു ബെറ്റർ പേഴ്സൺ ആവണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആ ആലോചന ഒരു ആക്ഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്തില്ലെങ്കിൽ അത് വെറും വേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേദിയിൽ അത് പറയുക എന്നുള്ളതിനേക്കാളും അതെങ്ങനെ നെക്സ്റ്റ് സ്റ്റേജ്, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണ എങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കുക, അതിൻ്റെ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഈ സ്റ്റോയിക് ഐഡിയാസ് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള 90% ആൾക്കാരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണായി മാറാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇതേപോലത്തെ പ്രാക്ടിക്കൽ ഫിലോസഫീസും സെൽഫ് ഇംപ്രൂവ്മെൻറ്റും ഒക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിൽ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.